ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇത് പഴയ കോൺഗ്രസ് അല്ല, ഇതൊരു പുതിയ കോൺഗ്രസ് ആണ്, ഇതൊരു ടീം UDF ആണ്. ഞങ്ങളുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് ആവർത്തിച്ച് പറയുന്ന നേതാക്കളാണ് ഡൽഹിയിൽ ഇരിക്കുകയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടുന്ന സമയത്ത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഡൽഹിയിൽ ചർച്ച നടത്തുകയാണ്. കോൺഗ്രസ് പഴയ കോൺഗ്രസ് ആണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. രേണുവിന് അങ്ങനെ ഒരു വ്യാഖ്യാനം നടത്താൻ ഈ ചർച്ചയിലെ ഒരു പ്രധാന വിഷയം അവതരിപ്പിക്കുമ്പോൾ താങ്കൾക്ക് അങ്ങനെയൊക്കെ പറയാൻ അവകാശമുണ്ട്. കോൺഗ്രസ് പഴയ കോൺഗ്രസ് ആയാൽ പോരാ, കോൺഗ്രസ് പുതിയ കോൺഗ്രസ് ആവണം, കാലത്തിനൊത്ത് മാറണം തുടങ്ങിയ കാര്യങ്ങളാണല്ലോ ചർച്ചകളിലെല്ലാം കോൺഗ്രസിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില നേതാക്കളെങ്കിലും കോൺഗ്രസ് ആ പഴയ പാരമ്പര്യം വിട്ട് പുതിയ പാരമ്പര്യത്തിലേക്ക് വരണം, പുതിയ ശൈലിയിലേക്ക് മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നത് ഒരു തെറ്റല്ല. പക്ഷെ അതിൽ പൂർണ്ണമായി വിജയിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് പാർട്ടിയുടെ പരമ്പരാഗതമായ ചില സ്വഭാവ സവിശേഷങ്ങൾ കൊണ്ടാണ്. പാർട്ടിക്ക് അങ്ങനെ ഓൾ ഓഫ് എ സഡൻ ആയിട്ട് കോൺഗ്രസിന് കോൺഗ്രസ് അല്ലാതാവാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു പുതിയ കോൺഗ്രസ് ആയിട്ടൊക്കെ മാറാൻ പറ്റും. ഒരു പതുക്കെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് കൃത്യമായിട്ട് മാറാനും മറ്റാരേക്കാൾ മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു മുഴം മുമ്പേ കയറാനും ഒക്കെ കോൺഗ്രസിന് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതൊരു പൊതു തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും ഈ ഇത്തരം ഘട്ടങ്ങളിൽ ഓരോ മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആറ്റുനോറ്റിരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവരുടെയൊക്കെ ഒരു ജീവിതകാല സ്വപ്നമാണ്. പലർക്കും ഈ തവണ അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അവസരം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ പാർട്ടിയുടെ തീരുമാനമൊക്കെ എന്തായാലും ശരി, വ്യക്തിപരമായിട്ട് അവർ ഓരോരുത്തരും വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾക്ക് അർഹതയുണ്ട്, ഞങ്ങളാണ് ഏറ്റവും മിടുക്കർ, സമർത്ഥർ എന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവർ അവകാശം ഉന്നയിക്കുന്നു. ഒന്നിലേറെ പേരുകൾ വരുന്നു. അവരെല്ലാം അവരവരുടേതായ രീതിയിൽ പലതരത്തിലും പരിഗണിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് തീരുമാനമെടുക്കാൻ നേതാക്കളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. പലർക്കും പല താല്പര്യങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു കാലതാമസത്തിനിടയാക്കുന്നു. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ്. VD സതീശൻ എന്ന നേതാവ് പുതിയ യാത്രയുടെ സമയത്ത് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു പറഞ്ഞാണ്. നേരത്തെ റോണി പറഞ്ഞതുപോലെ ആ പ്രഖ്യാപനം നീണ്ടുപോകാനും ചില കാരണങ്ങളുണ്ട്. കുറെ സീറ്റുകളിലൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ പോയതിന് ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വൈകിപ്പോയാൽ ഈ സ്ഥാനാർത്ഥികൾ ഓടിത്തളരും എന്നൊരു സൂചന സാമ്പത്തികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് എന്നാണ് വിജ്ഞാപനം വരിക എന്നുള്ള കാര്യത്തിൽ വിഷുവിന് ശേഷമേ ഉണ്ടാകൂ തെരഞ്ഞെടുപ്പ് എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായി. സ്വാഭാവികമായിട്ട് അതിന്റെ പേരിൽ അങ്ങനെ അത് ഇത്തിരി വൈകി പ്രഖ്യാപിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് കൊണ്ട് അത് പെൻഡിങ്ങിൽ വെച്ചു. ഇത്തിരി വൈകിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ ഇതിനെ എല്ലാം അടച്ച് ന്യായീകരിക്കുന്നതല്ല. ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് KPCC പ്രസിഡന്റ് ആയിരുന്നു, മുൻ മന്ത്രിയായിരുന്നു, ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ K. സുധാകരൻ എന്ന് പറയുന്ന MP കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം UDF-ന്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശും കോന്നിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട്ടത്തെ MP-ക്കും മോഹമില്ലായികയില്ല. അങ്ങനെ പലർക്കും മോഹമുണ്ട്. പക്ഷെ ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന MP-മാരും മത്സരിക്കേണ്ടതില്ല എന്നൊരു പൊതു നിലപാട് KPCC നേതൃത്വത്തിന് ഉണ്ടായിരുന്നവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചില്ല. തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഹൈക്കമാൻഡിനും ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനമാണ്. ഒരു MP മത്സരിച്ചാൽ ഒരുപാട് MP-മാർ ആഗ്രഹം പ്രകടിപ്പിക്കും. അത് പിന്നെ വലിയ കൺഫ്യൂഷനിലേക്ക് പോകും, അത് വലിയ പ്രശ്നമാകും, അസംതൃപ്തിയാവും എന്നൊക്കെ വിചാരിച്ച് അത് ഒഴിവാക്കാൻ ശ്രമിച്ചു. ഒഴിവാകുന്നില്ല. സുധാകരൻ പിടിച്ച പിടിയാലെ നിൽക്കുന്നു. അതുപോലെ തന്നെ അടൂർ പ്രകാശും കോന്നിയിൽ മത്സരിക്കണം എന്ന തീരുമാനത്തിലാണ്. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. K. സുധാകരൻ ഇപ്പൊ ഈ കണ്ണൂരിൽ മത്സരിക്കുന്നത്, K. സുധാകരൻ പറയുന്ന സീറ്റ് കഴിഞ്ഞ 2 തവണയായിട്ട് കോൺഗ്രസിന് കിട്ടാത്ത സീറ്റാണ്. ഇപ്പൊ K. സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചാൽ ആ സീറ്റ് ഉറപ്പിക്കുമെങ്കിൽ കോൺഗ്രസിന് +1 ആണ്. ഇനി അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കാൻ ഏറ്റവും യോഗ്യനായ, ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ്. അവിടെ അടൂർ പ്രകാശിനാണ് ഏറ്റവും കൂടുതൽ വിന്നബിലിറ്റി എന്ന് സർവേകളിലൊക്കെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനൊരു ലോക്സഭയിലേക്ക് പിന്നീട് വരുന്ന ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ച് നേടാൻ പറ്റുമോ എന്നൊരു സംശയം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോൾ സുധാകരന്റെ വിഷയം അത് ഈ പുറമേക്ക് ഈ രീതിയിൽ വരാതെ പരിഹരിക്കുന്നതിൽ വലിയ വീഴ്ച നേതൃത്വത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടോ? സുധാകരൻ നേരിട്ട് വന്ന് 110% മത്സരിക്കുമെന്ന് പുറമേക്ക് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. അദ്ദേഹത്തിന്റെ സ്വഭാവം നേതാക്കൾക്ക് അറിയാവുന്നതാണ്. ഏതറ്റം വരെയും പോകുമെന്നത് വ്യക്തമായിരുന്നു. അപ്പോൾ അത് ഡീൽ ചെയ്തതിൽ വലിയ പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? അവിടെ ഈ KPCC-യുടെ പ്രസിഡന്റിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ, അതുമല്ലെന്നുണ്ടെങ്കിൽ AICC സെക്രട്ടറി KC വേണുഗോപാലിനോ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല. അതിനകത്തൊരു പോളിസി മാറ്റർ കൂടിയുണ്ട്. ഹൈക്കമാൻഡിന്റെ കൺകറൻസ് വേണം. കാരണം ഇവർ മത്സരിച്ചാൽ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഇവരിനി ജയിച്ചാൽ ഒഴിവ് വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് കണ്ണൂരിലായാലും ആറ്റിങ്ങലിലായാലും വീണ്ടും മത്സരിച്ചാൽ കോൺഗ്രസ് ജയിക്കുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്.
അത് എല്ലാ നാനാവശങ്ങളും ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഞാൻ വിചാരിക്കുന്ന അവർ രണ്ടുപേരും എടുത്ത തീരുമാനം വളരെ ഉത്തരവാദപ്പെട്ട നേതാക്കളാണ്, സീനിയർ മോസ്റ്റ് നേതാക്കളാണ്, ഒരുപാട് പദവികളും അധികാര സ്ഥാനങ്ങളിൽ ലഭിച്ചിട്ടുള്ളവരാണ്. അവര് പാർട്ടിയെ ഇതുപോലൊരു നിർണായക തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു ടൈറ്റ് കോർണറിൽ എത്തിച്ചത് ഒരിക്കലും ഭൂഷണമായ അവർക്ക് യോജിച്ച കാര്യമല്ല. പാർട്ടിയുടെ ഇതിനോ അല്ലെങ്കിൽ ആ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് രണ്ടുപേർക്കും അത്ര യോജിച്ച നടപടി ആയില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ അറ്റകൈക്ക് ചില വാശികൾക്ക് മുമ്പിൽ പാർട്ടികൾ കീഴടങ്ങേണ്ടി വരില്ല. ഇപ്പോ അത്രത്തോളം ഒന്നും വരില്ലെങ്കിലും മലപ്പുറത്ത് പി അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിക്ക് കൊടുത്ത സീറ്റ് താനൂരാണ്. അദ്ദേഹം പറഞ്ഞത് താനൂരാണെങ്കിൽ ഞാൻ മത്സരിക്കില്ല, ഞാൻ ആ വഴിക്ക് വരില്ല. അദ്ദേഹം ഇന്ന് അവിടെ പോയില്ല. അവസാനം അദ്ദേഹത്തിന്റെ ആ വാശിക്ക് മുമ്പിൽ ഞാൻ താനൂർ മത്സരിക്കില്ല എന്നുള്ള പിടിവാശിക്ക് മുമ്പിൽ CPM പറഞ്ഞല്ലോ, CPM പോലെ ഒരു പാർട്ടി അബ്ദുൾ റഹ്മാനോട് പോയി പണി നോക്കാൻ പറയുന്നതിന് പകരം എന്താ ചെയ്തത്? എങ്ങനെ തിരൂർ അങ്ങാടിയിൽ മത്സരിച്ചാൽ മതി, സീറ്റ് മാറ്റി. അപ്പൊ ഇതൊക്കെ എല്ലാ പാർട്ടികളും ചെയ്യുന്നുണ്ട്, എല്ലാ പാർട്ടികളിലും ഉള്ളതാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഞാൻ അതിൽ KT കുഞ്ഞിക്കണ്ണന്റെ മറുപടിയിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ റോണി കെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.